നമ്മളിപ്പോൾ നിൽക്കണ എവിടെയെന്ന് വെച്ചാൽ ബേപ്പൂരിൻ്റെ അടുത്തുള്ള ചാലിയം കടലും അതേപോലെ പുഴയും കൂടെ ഒന്നാകുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ഒക്കെയാണ്. നമുക്ക് കടലിൻ്റെ വ്യൂവും കാണാം, അതേപോലെ പുഴയിൽ നിന്നൊക്കെ ബോട്ടുകളൊക്കെ കടലിലേക്ക് പോണത് കാണാം. ഇവിടെ പിന്നെ കുറേ പേര് മീൻ പിടിക്കണത് കാണാം. അങ്ങനെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വ്യൂസൊക്കെ കടലിൻ്റെയൊക്കെ ഭാഗമുള്ളതൊക്കെ നമ്മളിപ്പോൾ ഇതിന് മുകളിൽ കൂടെയുള്ള പാലമുണ്ട്, ആ പാലത്തിൽ നിന്നുള്ള കുറച്ച് വ്യൂസൊക്കെ കാണാം കേട്ടോ. ഇപ്പോൾ ആ കാണുന്നതില്ലേ, അതാണ് നമുക്ക് ട്രെയിന് പോണ റെയിൽ പാളമാണ് കേട്ടോ. അതിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടാണ് റെയിൽ പോവുക. പിന്നെ ഇവിടെയൊക്കെ നല്ല രസമാണ്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം തന്നെ കണ്ടില്ലേ, സൂര്യൻ്റെ ഒക്കെ വെളിച്ചമൊക്കെ വന്ന് വീണേ നല്ല രസമുള്ളൊരു നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ശരിക്കും നമ്മളിപ്പോൾ കാണാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേപ്പൂർ അവിടെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് കുറേ കാലമായാണ്. അപ്പോൾ ഇനി ഒന്ന് അവിടെ പോയി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് സെറ്റപ്പുകൾ. കുറേ ആൾക്കാരുടെ ഫോട്ടോസിൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല അടിയിൽ കുറേ നമ്മുടെ ടൈല് പോലത്തെ ഇതൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം അവിടെ. മെയിനായിട്ട് അതാണ്. അപ്പോൾ ആ പോണ വഴിയിലാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി നിർത്തിയായിരുന്നു. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വീഡിയോ കാണാം. ആക്സസ് ആണ്, ബൈക്കാണ് കേട്ടോ. ഇപ്പം ഒരു ബസ് ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് അടിച്ചു, വണ്ടി ഓഫായി. പിന്നെ ഓണാണ്. ഇവിടുത്തെ ഒരാളെ നമ്പർ തന്നു, ഒരു വർക്ക്ഷോപ്പിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ബീച്ച് റോഡാണ്, CH ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആളെ 10 മിനിറ്റ് കൊണ്ട് വരാം. ഇനിയിപ്പോൾ ഓരോ കാലത്തേക്കാണ് ഓരോ വണ്ടി നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം അടിച്ചു. അപ്പോൾ ഒരുപാട് പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കണ്ട, ബാറ്ററി ഡൗൺ ആയി പോകുന്നത്. പിന്നെ ഇതാണ് മലപ്പുറത്തുള്ള ഏറ്റവും നല്ലൊരു സുഖം കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഓടി വരും. മൂപ്പര് പോണ വഴിക്ക് ഇവിടെ വന്നാണ്ട് നമ്പറൊക്കെ തന്നെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുടുങ്ങി. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഒരു 2-3 കിലോമീറ്റർ അപ്പുറം പോകണം ബസ് സ്റ്റോപ്പിന്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണെന്ന് 2 കിലോമീറ്റർ ഉണ്ട്. കണ്ടോ, ഇതാണ് മലപ്പുറത്ത് കേട്ടോ. മലപ്പുറത്ത് ഒന്നും ആരും കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല, ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ മുന്നിലാട്ടോ, ഇവിടെയുള്ള ഈ വീടിൻ്റെ മുന്നിലാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ മൂപ്പര് വന്നിട്ട് എന്ത് ചെയ്ത് നമ്മളോട് ചോദിച്ചു എന്തെങ്കിലും സഹായം വേണമെന്ന്. മൂപ്പര് വേണമെങ്കിൽ വേറെ ആരുടെങ്കിലും ഒരു നമ്പർ തരാമെന്ന് പറഞ്ഞു. ആ ആളാട്ടോ പോണത്. അപ്പോൾ അതാണ് മലപ്പുറത്തിൻ്റെ ഒരു ഇത്. മലപ്പുറത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടി നിൽക്കണേ കണ്ടു കഴിഞ്ഞാൽ ഓടി ഒന്ന് സഹായിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അതാണ് അവരാദ്യം ചെയ്യുക കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് വരാറുന്ന ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ ആൾ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇനി ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കി, നിങ്ങൾ എല്ലാവരും കൂടെ വിളിച്ച് നിർത്തണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര പരിചയത്തിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് വരാറുണ്ട്. നമ്മളെ വണ്ടിയിൽ മൂപ്പര് ബാക്കിൽ ചവിട്ടിയിട്ട് ഇതെങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്തത്. ഏകദേശം 2-2.5 കിലോമീറ്ററോളം വർഷമായിട്ട് മൂപ്പര് വന്നിട്ട് നമ്മളെ ബാക്കിൽ ചവിട്ടിയാണ്ട് വണ്ടി തള്ളി കൊണ്ടുപോയി ചെയ്തു. ഒരു റിസ്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പോന്നപ്പോഴേ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആളല്ലേ, ഒരു ദൈവദൂതനെ പോലെ വന്ന് മൂപ്പര് നമ്മളെ വണ്ടിയൊക്കെ ചവിട്ടി തള്ളി വർക്ക്ഷോപ്പിൽ ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരം കൊണ്ടാക്കി തന്നു. നമ്മൾ ബേപ്പൂർ ഇവിടെ വന്ന് ഇത് ചാലിയം, ബേപ്പൂർ ഇതിൻ്റെ അപ്പുറത്താണ്. നമ്മൾ ജങ്കാറ് കയറി പോകണം. അപ്പോൾ ചാലിയത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ ആ നല്ല വ്യൂ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. 4:30 ആ സമയത്തൊക്കെ, ആ കറക്റ്റ് സമയത്താണ് നമ്മളവിടെ കുടുങ്ങിയത്. എന്ത് ചെയ്യാനാണ്, ബൈക്കാണ്, വണ്ടിയാണ്. അപ്പോൾ വണ്ടി കേട് വരും. പിന്നെ ഇതാണ് സിസ്റ്റം. ശരിക്ക് നമ്മൾ ചാലിയത്ത് നിന്ന് വരുമ്പോൾ മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം, അതായത് ഹാർബറിൽ മീൻ വരുന്ന സ്ഥലമാണത്. ഇവിടെ നിന്നാണ് പല സ്ഥലത്തേക്ക് നമ്മളെ മലപ്പുറത്തെ പല ഭാഗത്തേക്ക് മീനൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീൻ ഇങ്ങനെ വില പറഞ്ഞാണ്ട് അതിന്
ഒരു ചെറിയ തോണിക്കാരുണ്ടല്ലോ, ചെറിയ തോണി ബോട്ടുകാരൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല മീനുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ വന്നിട്ടില്ല തോന്നുന്നു. അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും ആ ഭാഗത്ത്. നമ്മൾ കാണുന്നത് അതിൻ്റെ അപ്പുറത്താണ് ബേപ്പൂര്. ഉണ്ടോ? നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജങ്കാറിൽ കയറിയാണ്ട് വണ്ടി ജങ്കാറിലിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ പോവാം, ആ ഭാഗത്തേക്ക്. അതാണ് അവിടെ കുറേ ബേപ്പൂര് സീപോർട്ടാണ് ആ കാണുന്നത്, ആ വൈറ്റ് കളർ ബിൽഡിങ്. നമ്മളിപ്പോൾ പോണത് ചാലിയത്തേക്കാണ്. ഇല്ല, ജങ്കാറിൽ അത് അതിൻ്റെ അപ്പുറത്തെ പുളിമൂട്ടിൽ എന്ന് പറയും. അതാണ് ആ കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഇവിടെ നമ്മൾ കുറേ കാലം മുന്നേ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലങ്ങൾ, വ്യൂ, കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഒന്ന് പോയി നോക്കാം. അന്ന് വന്ന സമയത്തൊക്കെ ഭയങ്കര ദുരന്തമായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ. ഒരു രസമില്ലാത്ത സ്ഥലമായിരുന്നു ഇവിടെ. റോഡ് ഈ ചെറിയ ഭാഗം മോശമുണ്ടാവും. കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈലൊക്കെ ഇട്ട്, ടൈലല്ല ഇൻ്റർലോക്ക്, നല്ല അടിപൊളി ഇൻ്റർലോക്ക് ഇട്ട സ്ഥലമായിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് മറ്റേ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസുള്ളത്. ഈ ഭാഗത്ത് എവിടെയാണ് ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയായിരിക്കും ഏറ്റവും നമ്മൾ. ഇവിടെ നമുക്ക് അതേപോലെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ആ ബോട്ട് സർവീസിന് കാണില്ല കേട്ടോ. അവിടെ കണ്ട, അവിടെ എന്താണ് ഗ്രിപ്പി വാട്ടർ സ്പോർട്സിൻ്റെ വാട്ടർ സർവീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. സൂപ്പറാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ വരണേ ശരിക്കും നമ്മളൊരു നാട്ടിലെല്ലാവരും നല്ല ആഘോഷത്തോടെ നല്ല അടിപൊളിയായിരിക്കണം. അപ്പോൾ ഈ റോഡൊന്ന് ഇച്ചിരി നന്നാക്കണം അല്ലേ. റോഡ് ഇച്ചിരി മോശമാണ് ഇവിടെ. അതും കൂടെ ഒന്ന് റെഡി ആയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഇല്ല, അതേ നോക്കി, അതൊക്കെ നോക്കി. ഇതൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും ഈ ഭാഗങ്ങളൊക്കെ കാണാനൊക്കെ. അതുകൊണ്ടല്ലേ ഓഷ്യൻ സഫാരി, ഇത് കംപ്ലീറ്റ് എക്സ്പ്ലോർ. അങ്ങനെയല്ല, 27, 28, 29 ബേപ്പൂർ സെറ്റ്. അടിപൊളി. ഇവിടെ കുറേ കടകളൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇനി അപ്പുറത്താണോ? ഇവിടെ കളിക്കുക അവിടെ താഴ്ച ഇവിടെ ഒരു ചക്ക വാരി അത് മീൻ പിടിക്കുക, അങ്ങനത്തെ സെറ്റപ്പുകളുള്ളതാണ് ഇവിടെ. കണ്ടോ, ഇവിടെ നമുക്ക് മീനൊക്കെ പിടിക്കാൻ പറ്റും. ഒരു ലൂറിട്ടിട്ട് മീൻ പിടിക്കുകയാണ് നമ്മൾ. അതെ അതെ, നമ്മളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് കുറേ കാലങ്ങൾക്ക് മുന്നേ. ഇല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പുറത്തേക്കാണ് വന്നത്. അത് അപ്പുറത്തേക്കാണ്, അവിടെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇവിടെ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടാണ് തോന്നുന്നത് കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഉള്ള സ്ഥലമുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, അടയ്ക്കുക, സൂര്യാസ്തമനം നോക്കിയാൽ സൂര്യനെ നല്ല കറക്റ്റായിട്ട് വട്ടത്തിൽ കാണാം. ഇതറിയില്ല, അത് എന്താണെന്ന് അറിയില്ല. ശ്മശാനം പോലെ എന്തോ ഒരു ബിൽഡിങ്ങോ വലിയ സംഭവങ്ങളെന്തോ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും നോക്കിയാൽ. അല്ലാതെ അത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ പില്ലറുകളൊന്നും ഉണ്ടാവില്ലല്ലോ. നോക്കിയാൽ ഇപ്പോഴേക്ക് മീൻ ഫിഷിംഗ് ബോട്ടാണ് ഓഷ്യൻ കിങ് എന്ന് പറഞ്ഞത്. അത് ഇതേപോലെ നമുക്കിങ്ങനെ കാണാം, നല്ല സുഖമായിട്ട് നല്ല റെസ്റ്റ്. ഇപ്പോൾ എയർപോർട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങണത് നമുക്ക് കാണാമെന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബോട്ട് വരുന്നത് നല്ല അടുത്ത് നിന്ന് കാണാൻ പറ്റും. അതുപോലെ നല്ല നല്ല അടിപൊളി വീഡിയോ, അതായത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ്. യെസ്, ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഗൈസ്. ഏതാണ്? ഇവിടെയല്ല നമ്മൾ വിചാരിച്ചിരുന്നത്. ഞാൻ വിചാരിച്ചത് ഒരു മാറ്റവും ഇല്ലല്ലോ എന്നുള്ളത്. എല്ലാവരും വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് നമുക്കല്ലേ.
ഇതിപ്പോൾ നമുക്കില്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് കൂടെ ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോണത് കാണാം. ഇതിൻ്റെ നേരെ അപ്പുറത്ത് ആ ഭാഗത്താണ് കാണുന്നതാണ് പുളിമൂട്ടിൽ എന്ന് പറയും. അത് വരുന്നത് ബേപ്പൂരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോൾ ചാലിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്നില്ലേ ജങ്കാർ, നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് കണ്ടില്ല, അവിടെ ജങ്കാറുണ്ട്, കാണിച്ചു തരാൻ. അപ്പോൾ അതുവഴി പോണത് അത് അങ്ങോട്ട് അത് കൂടെ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ അപ്പുറത്താണ് ജങ്കാർ ഉണ്ടാവുക. പിന്നെ അത് പുളിമൂട്ടിലാണ്. അപ്പോൾ അത് കൂടെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് കടലിന് നമുക്ക് ആ അറ്റത്ത് അവിടെ വരെ പോകാൻ പറ്റും. നല്ല രസമാണ്, അവിടുന്ന് നല്ല രസമാണ്. പക്ഷെ ഇവിടുന്ന് നല്ല രസമാണ് കേട്ടോ. ഇതിലായതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ സൂര്യനൊക്കെ നല്ല ചുവപ്പ് കളറിൽ കാണാം. പിന്നെ അവിടെ ആ ഒരു ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റും. പുളിമൂട്ടിൽ എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ, അവിടെ വരെ പോവാം. എന്താണ് എവിടെ എന്നാലും തീറ്റ മുഖ്യം അല്ലേ. നമ്മളിനിയിപ്പോൾ കാണാൻ പോകണം കേട്ടോ. പുതിയ സെറ്റപ്പിൽ ഇവിടെ ആക്കിയിട്ടുള്ളത് ഈ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഭാഗത്തേക്കുള്ളതാ, ഇങ്ങനെ പോണതാ, ഇങ്ങനെ ഇങ്ങോട്ട് പോകണം ഈ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഓപ്പൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ സമയത്ത് ഇത് ഓപ്പൺ ആവുള്ളൂ എന്ന് തോന്നുന്നത്. ഇവിടെ ഒന്നും കാണാനില്ല. ഇതിൽ മറ്റേ ഈ കുറേ കടകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഉണ്ടാവുക ഈ കടകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓപ്പൺ ആക്കണം. എനിക്ക് എന്താ അറിയില്ല അത് ഓപ്പൺ ആവാത്തത്. പിന്നെ ഇതിവിടെ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇത് ഓപ്പൺ ആവാത്തതെന്നുള്ളത്. ഇവിടുത്തെ പിന്നെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ആ സമയത്ത് വരണം. ആ സമയത്ത് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഒക്കെ ഒരു സെറ്റപ്പായിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ സമയത്ത് കണ്ടില്ലേ, ഇതൊരു അത്ര വലിയ സെറ്റപ്പായിട്ടൊന്നുമില്ല. അതായത് ഈ കടകളൊക്കെ തുറക്കുമ്പോഴല്ലേ നമുക്കൊരു കുറച്ചും കൂടെ. പക്ഷേ ഇത് ഈ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ അല്ലേ. ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അടിപൊളിയാണില്ലേ. അതായത് സൂര്യനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഈ ക്യാമറയിൽ അത്രയായിട്ട് കിട്ടണില്ല. ശരിക്കും നമ്മളില്ലേ ഒരു 4:30-5 മണിയാവുന്നതിന് മുന്നേ, വെയിൽ പോണതിന് മുന്നേ അവിടെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെ, വണ്ടി സ്റ്റെക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എത്തുമായിരുന്നു. പിന്നെ ഭാഗ്യം കൊണ്ട് മൂപ്പര് ആ കറക്റ്റ് സമയത്ത് തന്നെ വന്ന്, അതുകൊണ്ട് വണ്ടി നന്നാക്കിയോണ്ട് ഈ സമയത്തെങ്കിലും എത്താനായി. പക്ഷെ ഇവിടെ കടകളൊന്നുമില്ല. അതാണ്, ഇവിടെ കടകളില്ല. എന്തുകൊണ്ട് ഇവിടെ കടകളൊന്നും ഓപ്പൺ ആകാത്തതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താവുന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആണോ? ഇതിൻ്റെ ഉള്ളിലൊന്നും കാണാനില്ല. എനിക്കങ്ങനെ ചിലപ്പോൾ അത് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ആ സമയത്തില്ലേ, ആ സമയത്ത് മാത്രമായിരിക്കും ഇത് ഓപ്പൺ ആവുമെന്നുള്ളതാണ് തോന്നുന്നത്. വേണ്ട, ശരിക്കും അവിടെ ഒരു ഏറുമാടൊക്കെ ഉണ്ട്. പണ്ട് ഏറുമാടെന്നല്ല പറയാം അതിനിങ്ങനെ മുകളിലേക്ക് കയറിയിട്ടുള്ള സാധനത്തിന്. പിന്നെ അതേപോലെ തന്നെ അത് ചെയ്തിരുന്ന സെറ്റപ്പൊക്കെ അടിപൊളി കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ സന്തോഷ് സാറില്ലേ, സന്തോഷ് ജോർജ് കുളങ്ങര, മൂപ്പര് പറഞ്ഞിരുന്ന അതേ സെറ്റപ്പിലാണ് കേട്ടോ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചത്. ഓല കൊണ്ടൊക്കെ മെടഞ്ഞ്. ഇത് ഓല തന്നെയാണോ അതോ പ്ലാസ്റ്റിക്കാണോ? പ്ലാസ്റ്റിക്കാണോ അതോ ഓലയാണോ? അതേപോലെ ഇത് മുളയാണ് കേട്ടോ, കറക്റ്റ് മുള കൊണ്ട് തന്നെയാണ് സാധനം ചെയ്തിരിക്കുന്നത്. അതെ, മുളയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇരുമ്പാണ് വെച്ചിരിക്കുന്നത്. മുളയിൽ സ്ക്രൂ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ പില്ലറുകളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് അതിലൊക്കെ കയറി ഇരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതൊക്കെ ഇവിടുന്ന് ഈ സ്ഥലമില്ലേ, ഇവിടുന്ന് മുതൽ ആ ദൂരം വരെ, ആ കാണുന്ന അവിടെ വരെ കുറേ കടകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ സമയത്ത് മാത്രം ഓപ്പൺ ആവുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു കുതിരേനെ കണ്ടല്ലോ, അവിടെ ഒരു കുതിരയുണ്ട്. പക്ഷെ കാണൂല കേട്ടോ. സൂം ചെയ്യാനുള്ള അത്ര ഒരു സെറ്റപ്പ് ഇതിലില്ല. പിന്നെ ഒന്നാമത് വെളിച്ചം പോയിട്ടുണ്ട്. നല്ല വെളിച്ചം പോയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ഡിമ്മായിരുന്നു മൊത്തത്തിൽ. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ കടകളാട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഇതുണ്ടോ, ഉപ്പിലിട്ട കടകൾ. നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ കാണുന്ന പോലെ തന്നെ ഉപ്പിലിട്ട കടകളാണുള്ളത്. ഉണ്ടോ, അങ്ങനത്തെ കടകളാണുള്ളത്. ഞാൻ അമ്പഴങ്ങ മതി, ആ സാധനം നമ്മളന്ന് വാങ്ങിയ പോലത്തെ സാധനം. പിന്നെ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കിയാണ്ട നമ്മളെ ഈ ഒരു ബീച്ചാണെങ്കിൽ തന്നെ ഭയങ്കര വൃത്തികേടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ എപ്പോഴും നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ ഒരു ഡസ്റ്റ്ബിന്നൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഡസ്റ്റ്ബിന്നൊക്കെ നല്ലപോലെ ഉപയോഗിക്കുക എന്നുള്ളത്. ഇവിടെ ഡസ്റ്റ്ബിന്നും കാണാനില്ല കേട്ടോ. അതായത് ഡസ്റ്റ്ബിന്നല്ല, വേസ്റ്റ് ബിന്ന് അതുമില്ല. മാങ്ങയ്ക്ക് വേണ്ട. ഉപ്പിലിട്ട മാങ്ങ അച്ചാറും. ഇത് നമ്മളിവിടെ എളന്തപ്പഴം എന്ന് പറയട്ടോ. ഇതിൻ്റെ പേരെന്താ പറയുക നിങ്ങൾ? വേറെ എളന്തപ്പഴം അല്ലാതെ അമ്പഴങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ.
ഇത് ഇന്നലെ ഇട്ടതാണെന്ന് പറഞ്ഞത്. ഇപ്പം ഇന്നലെ ഇട്ടതാകുമ്പോൾ നല്ല അലിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പോൾ നല്ല രസമാണ് തിന്നാൻ. നല്ല ടേസ്റ്റാണ്. ഇതാണോ? ഇതിന് 10 രൂപ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഞാൻ എപ്പോഴും തന്നെ തിന്നാം. ഇളന്തപ്പഴം അല്ലെങ്കിൽ അമ്പഴങ്ങ എന്ന് പറയും. ഇത് നല്ല രസമാണ്. പിന്നെ എപ്പോഴും എന്താ പറയുക, ഇങ്ങോട്ട് വയ്ക്കേണ്ട എന്തോരം വേസ്റ്റാണ് കിടക്കുന്നത്. ഈ വേസ്റ്റൊക്കെ എപ്പോഴും വേസ്റ്റ് ഇല്ലാതെ വേണം നോക്കാം. അതുകൊണ്ട് അവിടെയൊക്കെ നല്ലോണം വേസ്റ്റാണ്. ഇതുണ്ടോ ഇത് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ്. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം ശരിക്കും. നല്ല അടിപൊളിയാട്ടോ. അതുപോലെ കുറേ കുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മെയിനായിട്ട്. ഇപ്പോൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞായറാഴ്ചയാണ് കൂടുതൽ ആളുണ്ടാവുകയെന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ഇതിലേറെ ആളുണ്ട് നമ്മുടെ തൂവൽത്തീരം ബീച്ച് പരപ്പനങ്ങാടിത്തെ. അത് പിന്നെ ചെറിയൊരു സ്ഥലമായതുകൊണ്ടായിരിക്കും. ഇത് പിന്നെ ഒരുപാട് വലിയൊരു സ്ഥലമാണല്ലോ. അതുകൊണ്ട് അതിൽ കൂടെ അങ്ങനെ പോയിട്ട് നമുക്ക് അറ്റം വരെ പോവാം. സംഭവം നല്ല ആംബിയൻസ് ഉണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ശനി ഞായറും മാത്രമാണ് ഇവിടുത്തെ കടക്കാർ പറഞ്ഞത് നല്ല ആളുണ്ടാവുള്ളൂ എന്നുള്ളത്. അതൊരു കുതിരയാണ്. അപ്പോൾ കുതിരേൻ്റെ മുകളിൽ, പക്ഷെ അത് ഇതിൽ കാണുമ്പം കുതിരയാണ് തോന്നണില്ലേ. ഒരു മനുഷ്യന് ഒരു കണ്ടയ്ക്ക ഒരു കുട്ടിക്ക് 2 കുതിരേൻ്റെ കാലം മുളച്ച പോലെ അല്ലേ. ഉണ്ടോ? കുതിരയുടെ ഓട്ടം കഴിഞ്ഞു, അവർ നിർത്തി. ഇതാണിപ്പോൾ നമ്മൾ ആ അറ്റത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന വീട്. ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ ബേപ്പൂർ ഫെസ്റ്റിന് വന്നാലേ ഇനിയിപ്പോൾ ഇത് എന്തിനാണ് കൊടുത്തതെന്നുള്ള അറിയുള്ളൂ. എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. കടകളാർക്കും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അത് ചിലപ്പോൾ അന്നത്തേക്ക് ഓപ്പൺ ആവുന്നുണ്ടാവും. 26, 27, 28 ഓപ്പൺ ആവുന്നുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എന്താ ഇപ്പോൾ ഉള്ളത്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇവിടുന്ന് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറേ കടകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് ബേപ്പൂർ ഒരു ഫെസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് ഓക്കെയാണ് കേട്ടോ. ചിലപ്പോൾ ശനി ഞായറൊക്കെ ചിലപ്പോൾ നല്ല ആളുണ്ടാവും. വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് സെറ്റാക്കി ഇങ്ങനെ ഇരിക്കാം. കടലൊക്കെ കണ്ടിട്ട് ശരിക്കാനും നേരൊക്കെ ഇരിക്കാനൊന്നും ഇതിൽ കഴിയില്ല. അത് പൊട്ടി വീഴും. അത് ഇത്തതാ കോഴി അയലമ്മ കയറി ആടുന്ന പോലെയാണ് പ്രൈമിൽ. പിന്നെ ഇപ്പോൾ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു പാറയുണ്ട്. ആ പാറേൻ്റെ അവിടെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് സീറ്റിങ്ങിനായിരിക്കുമല്ലോ ചിലപ്പോൾ, ചാരി ഇരിക്കാൻ വേണ്ടി മാത്രമുള്ളതാവും. ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടയോ എന്തെങ്കിലുമൊക്കെ ഇടാനുള്ളതായിരിക്കും. ഒരാൾക്ക് നിന്നിട്ടൊരു കട ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യമായിരിക്കും എടുത്തത്. അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കട അല്ലെങ്കിൽ ഒരു പന്തൽ എന്തെങ്കിലും ഇട്ടിട്ട്, അതെ ഒരു പന്തൽ എന്തെങ്കിലും ഇട്ടിട്ട് കടയാക്കാനുള്ള സെറ്റപ്പായിരിക്കും ഇത്. അതെ ഇവിടെയൊക്കെ നല്ല പണി നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ വരാനുണ്ട്. അതോ ഇനി ലൈറ്റാണോ അതൊന്നും അറിയില്ല. ഓപ്പൺ അല്ല അതൊന്നും. ഇതിനോട് ഇത്ര തന്നെ ഉള്ളൂ. ഈ കടലിലേക്ക് ഇപ്പോൾ ഇങ്ങനെ കുറേ പാറ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ഇരുന്നാണ്ട് പിന്നെ ഇങ്ങനെ കടലൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക. നമ്മളെ കുതിര തപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുതിര ക്ഷീണിച്ചണോ തോന്നണോ വൈകുന്നേരം നമുക്ക് ഏറ്റത്തേക്ക് അവിടേക്ക് പോകണമെന്ന് എടുത്തതിന്. ആ പാറയൊക്കെ ഉണ്ട് അവിടെ, ഒരുപാട് പാറ ഉണ്ട് ആ സ്ഥലത്തേക്ക്. ഒരുപാട് ചെരുപ്പ്. അതന്നെ ആയിരിക്കും കടലിൽ പോയത്, കടലിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഒക്കെ കരക്കടിയാണത്. ഇത് വേലിയേറ്റ സമയത്ത് ഇങ്ങോട്ട് വരുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. അല്ല ഇത്തോ വേലിയേറ്റം എന്താ? വേലിയിറക്കത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? ഇതിനെ അറിയില്ല എന്നാണ് പറയാൻ. ഇത് മിണ്ടാണ്ടിരിക്കും. അവിടെ നല്ല നല്ല നമുക്കിങ്ങനെ നടന്നു പോകാനൊക്കെ പറ്റുന്നൊരു സ്ഥലം. ഒരുത്തനവിടെ കടലിൽ കളിക്കുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ, സൂപ്പറാണ്. വെറുതെ ഇങ്ങനെ ഒരു നൈറ്റ് ഒരു ബീച്ചിൽ വന്നിരിക്കുന്നൊരു സെറ്റപ്പിൽ വന്നിരിക്കാം, അത്ര തന്നെ. അല്ലാതെ വേറെ ഒരുപാടൊരു
ഇതൊന്നും നമുക്ക് ഈ ദിവസങ്ങളിലൊന്നും ഇല്ല. ഒരു അത്രയും വെള്ളത്തേക്ക് ഇറങ്ങണമെങ്കിൽ എനിക്ക് പേടിയില്ല. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ നൈറ്റ് വ്യൂ കേട്ടോ. കുറച്ച് കടകളുണ്ട്, നമുക്ക് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകൾ. പിന്നെ അത് ബോട്ട്, കടലിൽ പോയ ബോട്ട് തിരിച്ചു വരികയാണ്. ഇവിടെയൊക്കെ ലൈറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. നമ്മളിവിടുന്ന് പോരുകയാണ്.